Hi friends, Kerala PSC Industry Extension Officer എക്സാമിൻ്റെ സിലബസ് കേരള PSC വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ പുതിയ ഒരു അഡീഷനും കൂടെയാണ് നമുക്ക് ആ സിലബസിൽ വന്നിരിക്കുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ന്യൂ അഡീഷനും കൂടെ അതിൽ വന്നിട്ടുണ്ട്. അതായത് ഒരു പാർട്ട് 2 എന്ന് പറയുന്ന സെക്ഷൻ, പുതിയ അഡീഷനാണ് വന്നിട്ടുള്ളത്. സാധാരണ ഉള്ള ബേസിക് സിവിൽ, ബേസിക് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കലിൻ്റെ കൂടാതെ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ അഡീഷനും കൂടി ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ സിലബസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം. അതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് എ ഗുഡ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റം, ക്വാളിറ്റി പ്ലാനിംഗ്, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്, ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ മാനേജ്മെൻറ്റ്, മെറ്റീരിയൽ ആൻഡ് സെയിൽസ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇൻഡസ്ട്രിയൽ റിലേറ്റഡും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് POM എന്ന് പറയുന്ന ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഈ സിലബസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് വാസ്റ്റാണ്, വളരെ വാസ്റ്റായിട്ട് ഡെപ്തിലുള്ള MBA അതിൻ്റെ ഡെപ്തിലേക്ക് പോകുന്ന ഒരു സിലബസ് മോഡ്യൂളാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയാം. ഇതിൽ പ്രോബ്ലം ഉണ്ട്, അല്ലാതെ കുറേ തിയറി പാർട്ടുകളുണ്ട്. നമുക്ക് ആദ്യമായിട്ടാണ് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിലേക്ക് ഇത് വരുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല. ഇത് എഞ്ചിനീയറിംഗ് ഗേറ്റിൽ ഉള്ളൊരു മേജറായിട്ടൊരു പോർഷൻ തന്നെയാണ്. അപ്പോൾ അതിൽ ചോദിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ആണോ ഇതിൽ ചോദിക്കുന്നത്? ഇതിൽ പ്രോബ്ലംസ് ഇല്ലാതെ വെറും തിയറി പാർട്ടാണോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ടുള്ള ഹെഡിങ് മാത്രമേ തന്നിട്ടുള്ളൂ. ഇതിൽ ഡെപ്തിൽ പല വേരിയേഷനിൽ സബ് ടോപ്പിക്സുകൾ ഇതിലുണ്ട്. അപ്പോൾ എത്രത്തോളം ഇത് എത്ര ഡെപ്തിൽ പോകണം എന്നുള്ളത് നമുക്ക് ഒരു ഊഹം ഇതിൽ നിന്ന് കിട്ടുന്നില്ല. എങ്കിലും നമുക്കിതിൻ്റെ ഒരു ബേസിക് ആയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് ഒരു ജനറൽ ആയിട്ടുള്ള ആദ്യം ഒരു ഓവർവ്യൂ കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നെങ്കിൽ പ്രോബ്ലം ചെയ്യാം. അല്ലാതെ നമുക്ക് ഗേറ്റ് മോഡലിലുള്ള കുറേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന തന്നെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് തന്നെ എത്രയോ സബ് ഹെഡിങ്സും ഉണ്ട്. അല്ലെങ്കിൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്ക് എന്ന് പറയുന്ന പല ടെക്നിക്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ടെക്നിക്സ് നമ്മൾ പലതും പഠിക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു തിയററ്റിക്കൽ നോക്കുകയാണെങ്കിലും വാസ്റ്റാണ്. പ്രോബ്ലമാറ്റിക് നോക്കുകയാണെങ്കിൽ അത് കൂടുതൽ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റി ഇതൊക്കെ വരുന്ന തരത്തിലുള്ള ഒരു സബ്ജക്റ്റാണത്. ഓക്കെ, ബേസിക്കലി നമുക്ക് ഇതിൻ്റെ തിയറി പാർട്ട് ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം ഞാൻ ആദ്യം ഇതിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റും പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റവും നമുക്ക് നോക്കാം. ഓക്കെ, മാനേജ്മെൻറ്റ് എന്തെന്നുള്ളത് നമുക്കറിയാം. മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. നമുക്ക് ബേസിക്കലി ഉള്ള ഒരു ഡെഫിനേഷനാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഡിസൈനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ആൻ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് വർക്കിംഗ് ടുഗദർ ഇൻ ഗ്രൂപ്പ്സ് എഫിഷ്യൻ്റ്ലി ടു അക്കംപ്ലിഷ് സെലക്റ്റഡ് എയിംസ്. അതായത് ഇപ്പോൾ നമ്മുടെ മനസ്സ് പോലെ, നമ്മൾ മനസ്സിൽ നമ്മുടെ ബോഡി വർക്കൗട്ട് ചെയ്യുന്നത് പോലെ, നമ്മൾ മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്ത് നമ്മുടെ ബോഡി പാർട്സുകൾ വർക്ക് ചെയ്യുന്നത് പോലെയാണ് ഒരു മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫുൾ ആ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനെ ഡിസൈൻ ചെയ്ത് അതിൻ്റെ എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഫേമസ് ഡെഫിനിഷൻ. ഇതാണ് സാധാരണ എല്ലാ മാനേജ്മെൻറ്റ് ഡെഫിനിഷൻ പറയുന്നത്. ഇത് ഹാരോൾഡ് കൂൺസ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഫാദർ ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഫാദർ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പീറ്റർ എഫ് ഡ്രക്കർ, ഓസ്ട്രിയയിൽ ജനിച്ച ഒരു ഓതറാണ്, ബിസിനസ് ഓതറാണ്. അത് കുറേ തിയറീസും പോസ്റ്റ്ലേസും മാനേജ്മെൻറ്റിനെ പറ്റി എഴുതിയിട്ടുണ്ട്. കുറേ ബുക്കുകളുടെ ഓതറാണ്. അപ്പോൾ അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, പീറ്റർ എഫ് ഡ്രക്കർ. ആരാണ് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറി എന്ന് പറയുന്നത്? ഹെൻറി ഫയോളാണ്. അപ്പോൾ ഹെൻറി ഫയോളാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസൊക്കെ
പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ബുക്കിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് തിയറി എന്ന് പറയുന്നത് ഹെൻറി ഫയോളാണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്, സയന്റിഫിക് പ്രിൻസിപ്പിൾസും സ്റ്റെപ്സും ടെക്നിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മാനേജ്മെന്റ് ബ്രാഞ്ച് ഉണ്ട്. അപ്പം സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയും. ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ, FW ടൈലർ എന്ന് പറയും. അപ്പം അദ്ദേഹത്തിൻ്റെയും ഒരു തിയറിയൊക്കെ ഉണ്ട്. അതുപോലെ മദർ ഓഫ് മാനേജ്മെന്റ്, ഒരു ലേഡിയാണ് മദർ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ലില്ലിയൻ ഗിൽബർട്ട് ആണ്. തെർബ്ലിങ്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് സ്റ്റഡി, ഒരു നമ്മുടെ പിക്ടോറിയൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് സ്റ്റഡി ഉണ്ട്. അത് ലില്ലിയൻ ഗിൽബർട്ടും അദ്ദേഹത്തിൻ്റെ അവരുടെ ഹസ്ബൻഡും ചേർന്ന് കണ്ടുപിടിച്ചതാണ് തെർബ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിച്ച ലില്ലിയൻ ഗിൽബർട്ടാണ് മദർ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 പോയിന്റ്സ് ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഫാദർ ഓഫ് മാനേജ്മെന്റ്, ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് തിയറി, ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആൻഡ് ഓൾസോ ദ മദർ ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, ഇനി നമുക്ക് ബേസിക്കലി ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, ഒരു മാനേജ്മെന്റ് എത്ര ലെവൽ ഉള്ളതെന്നുള്ള. ഇപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെന്റ്. ടോപ്പ് ലെവലിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, MD, ഓണർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, CEO, അതുപോലെയുള്ള ടോപ്പ് മാനേജ്മെന്റ് ഉള്ളത്. ദെൻ മിഡിൽ ലെവൽ മാനേജർ, അവിടെയാണ് സെയിൽസ് എക്സിക്യൂട്ടീവ്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, ദെൻ ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ്സ് എക്സെട്ര. ദെൻ ലാസ്റ്റ് വരുന്നത് ലോവർ ലെവൽ മാനേജ്മെന്റ്, അതായത് സൂപ്പർവൈസറി, ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ ഫോർമാൻ, അവസാനത്തെ നമ്മുടെ വർക്കേഴ്സ്, ബ്രാഞ്ച് മാനേജർ, സൂപ്പർവൈസർ, ഇതെല്ലാം ആണ് ലോവർ ലെവൽ മാനേജ്മെന്റ്. ഇത് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് 3 ലെവലായിട്ടാണ് ബേസിക്കലി നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ സിലബസിൽ പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഡേൺ മാനേജ്മെന്റ് തിയറി എഴുതിയ ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിളാണ് നമ്മൾ മെയിൻ ആയിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് ഫയോൾസിന്റെ 14 പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത്. ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിവിഷൻ ഓഫ് വർക്ക്. But this principle of management is based on the theory that if workers are given a specialized task to do, they will become skillful and more efficient. അതായത് നമ്മൾ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത് പലർക്കും പലതരത്തിലുള്ള വർക്കുകൾ കൊടുക്കുക എന്നുള്ള സ്പെഷ്യലൈസ്ഡ് റോൾ കൊടുക്കുക. അപ്പം അങ്ങനെ എന്ന് പറയുമ്പോൾ അവർ കൂടുതൽ സ്കിൽഫുൾ ആകുകയും അവർ കൂടുതൽ എഫിഷ്യൻ്റ് ആവുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഡിവിഷൻ ഓഫ് വർക്ക്. ദെൻ സെക്കൻഡ് വൺ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇത് കൺസെപ്റ്റ് എന്ന് പറയുന്നത് മാനേജറിയൽ അതോറിറ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് അതോറിറ്റീസ് ഉണ്ടാകുന്നത്? നെസസറി ഇൻ ഓർഡർ ടു എൻഷുർ ദാറ്റ്, അതായത് മാനേജർ കമാൻഡ്സ് എല്ലാം കറക്റ്റായിട്ട് ഓതറൈസ് ചെയ്ത് പോകുന്നുണ്ടോ? ഇഫ് മാനേജേഴ്സ് ഡിഡ് നോട്ട് ഹാവ് അതോറിറ്റി ദേ വുഡ് ലാക്ക് ദ എബിലിറ്റി ടു ഗെറ്റ് വർക്ക് ക്യാരിഡ് ഔട്ട്. അതായത് ഇപ്പോൾ ഒരു മാനേജറിന് മാനേജർ വർക്ക് ചെയ്യുന്ന നമ്മൾ മാനേജേഴ്സ് എന്ന് പറയും. അപ്പം മാനേജറിന് ഒരു അതോറിറ്റി ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയത്തില്ല. ഓൾസോ മാനേജേഴ്സിന് ഒരു അതോറിറ്റി വേണം, ആ അതോറിറ്റി റെസ്പോൺസിബിൾ ആയിട്ടും എത്തിക്കലുമായിട്ടും ചെയ്യാൻ കഴിയണം. അപ്പോൾ അതാണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് വൺ, ഡിസിപ്ലിൻ. ഇത് റിലേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് അറിയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ എഫക്റ്റീവായിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഡിസിപ്ലിൻ ആവശ്യമാണ്. അപ്പോൾ ഓർഗനൈസേഷന് റൂൾ കാണും, ഫിലോസഫി കാണും, റൂൾസ് ആൻഡ് റെഗുലേഷൻ, സ്ട്രക്ചർ, ഇതെല്ലാം മീറ്റ് ചെയ്ത് വേണം പോകാൻ. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം മീറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു ഡിസിപ്ലിൻഡ് വർക്കേഴ്സ് ആകണം. മാനേജേഴ്സ് ഒരു നല്ലൊരു കൾച്ചർ അവിടെ ക്രിയേറ്റ് ചെയ്യണം, ഡിസിപ്ലിൻഡ് ആൻഡ് മ്യൂച്വൽ റെസ്പെക്റ്റ് ഉള്ള ഒരു കൾച്ചർ ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുമ്പോൾ ഒരു ക്ലിയർ ചെയിൻ ഓഫ് കമാൻഡ് വേണം ഒരു ഓർഗനൈസേഷൻ. അതായത് ഓരോ എംപ്ലോയിക്കും അറിയണം എന്ത് ഇൻസ്ട്രക്ഷൻ ആണ് അവർ ഫോളോ ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് ആ ഇൻസ്ട്രക്ഷൻ വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു എംപ്ലോയി എക്സാക്റ്റ് ആരുടെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യണം. അതായത് മൾട്ടിപ്പിൾ കമാൻഡ് വരാതെ ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് വേണം. ഒരു സൂപ്പർവൈസർ എന്ന് പറയുന്നത്
ഒരു സൂപ്പർവൈസറിൽ നിന്ന് തന്നെ ആയിരിക്കണം കമാൻഡ് വരാനുള്ളത്. വേറൊരാളും കൂടെ കമാൻഡ് ചെയ്ത് 2 കമാൻഡുകൾ വരികയാണെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകുകയും വർക്ക് എഫിഷ്യൻസി കുറയാനും ചാൻസ്. അപ്പം ഒരു കമാൻഡ് യൂണിറ്റി ഉണ്ടായിരിക്കും. അപ്പം ഒരു എംപ്ലോയിക്ക് അറിയാം തൻ്റെ കമാൻഡർ എന്ന് പറയുന്നത് എക്സാക്ട്ലി ആരുടെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യണം എന്നുള്ളത് അത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കണം. ദെൻ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് വർക്ക് ഷുഡ് ബി ഓർഗനൈസ്ഡ് ഇൻ ഒരു എല്ലാം ഓർഗനൈസ്ഡ് വർക്ക് ആയിരിക്കണം, ഷെയർഡ് ഒബ്ജക്റ്റീവ് ആയിരിക്കണം, അതായത് ഒരേപോലത്തെ ഷെയർഡ് ആയിട്ടുള്ള ഗോൾസ് ഉണ്ടായിരിക്കണം, ഷെയർഡ് ഒരു പ്രൊസീജിയർ ഉണ്ടായിരിക്കണം, അതായത് എല്ലാത്തിനും ഒരു യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഉണ്ടായിരിക്കണം. എന്താണ് ചെയ്യുന്നതെന്നും എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്നും ഗോളും ഇതെല്ലാം ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ അതായിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കളക്റ്റീവ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിനുള്ള ഇൻട്രസ്റ്റിനെ എൻകറേജ് ചെയ്യണം. അത് എൻകറേജ് ചെയ്യുമ്പോൾ ടീം സ്പിരിറ്റ് ഉണ്ടാവും, ഒരു കളക്റ്റീവ് മെൻറ്റാലിറ്റി ഉണ്ടാവും. അതായത് എല്ലാവർക്കും അത് കളക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ വർക്ക് ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനെ കമ്പനിയുടെ ജനറൽ ഇൻട്രസ്റ്റ് ആയിട്ട് മാറ്റിയെടുക്കണം. ഓരോരുത്തർക്കും ഓരോരോ കഴിവ് കാണും, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് കാണും. അത് ഒരൊറ്റ ടീം സ്പിരിറ്റ് ആക്കി എടുത്ത് ഒരു ഒറ്റ കളക്റ്റീവ് മെൻറ്റാലിറ്റി ആണെങ്കിൽ അത് ഓർഗനൈസേഷന് വളരെയധികം ഉപയോഗപ്രദമാകും. നെക്സ്റ്റ്, റെമ്യൂണറേഷൻ ഓഫ് പേഴ്സണൽ. റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് അതായത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ് റെമ്യൂണറേഷൻ. അവർക്ക് റീസണബിൾ റേറ്റിൽ തന്നെ അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കണം. അണ്ടർ പേ ചെയ്യുകയാണെങ്കിൽ ക്വാളിറ്റി വർക്കേഴ്സിനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനും പറ്റത്തില്ല, അവർക്ക് നമ്മൾ വർക്ക് എഫിഷ്യൻസി കുറയുകയും ചെയ്യും. അപ്പോൾ ഇത് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് ഓർഗനൈസേഷനിലെ കേസ്. ദെൻ നെക്സ്റ്റ് കം സെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ ഈ പ്രിൻസിപ്പിൾ റിലേറ്റ് ചെയ്യുന്ന വെദർ ഡിസിഷൻ ഷുഡ് ബി മെയ്ഡ് സെൻട്രലി ആസ് ഇൻ ഫ്രം ദ ടോപ്പ് ഡൗൺ. അതായത് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് മുകളിൽ നിന്ന് ടോപ്പ് മാനേജ്മെന്റിൽ നിന്ന് താഴോട്ട് വരുന്ന രീതിയിലുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആണോ, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് വേ, അല്ലെങ്കിൽ ബോട്ടമിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന ഡെമോക്രാറ്റിക് വേ ആണോ? അപ്പോൾ ഓരോ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസിഷന് അനുസരിച്ചിരിക്കും. സെൻട്രലൈസേഷൻ ആകുമ്പോൾ മുകളിൽ നിന്ന് ഒരൊറ്റ ആ ഒരു ഹയറാർക്കി പോലെ ടോപ്പിൽ നിന്നും താഴേക്കുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം ആയിരിക്കണം. നെക്സ്റ്റ്, സ്കാലർ ചെയിൻ. സ്കാലർ ചെയിൻ എന്ന് വെച്ചാൽ ഇതൊരു ക്ലിയർ ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. എംപ്ലോയീസും സുപ്പീരിയറും തമ്മിൽ ഒരു ക്ലിയർ ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അതായത് ഒരു സ്പീഡി കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബൈപ്പാസ് ചെയ്ത് വരാൻ രീതിയിലുള്ള, അതായത് ബൈപ്പാസ് ചെയ്ത് വരാതെ അതൊരു കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ലെവലിൽ തന്നെ വരണം. അതായത് ഇപ്പം സൂപ്പർവൈസർ താഴത്തെ ഒരു ഫോർമാനോട് പറയുന്നു, അല്ലെങ്കിൽ മാനേജർ താഴത്തെ അസിസ്റ്റന്റ് മാനേജറിനോട് പറയുന്നു. അതായത് ഇതിനെ സർപ്പാസ് ചെയ്ത് അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്ത് വരാതെ, അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്ത് വരണമെങ്കിൽ തന്നെ ബാക്കിയുള്ള പാർട്ടീസിൻ്റെയൊക്കെ കൺസെന്റ് വേണം. അല്ലെങ്കിൽ ആ ഒരു ക്ലിയർ ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എല്ലാവരും അറിയുന്ന രീതിയിൽ തന്നെ എല്ലാ ചെയിനും പാസ് ചെയ്ത് ആ ഒരു ഹയറാർക്കിയും പാസ് ചെയ്ത് തന്നെ കമ്മ്യൂണിക്കേഷൻസ് ട്രാവൽ ചെയ്യണം. നെക്സ്റ്റ്, ഓർഡർ. ഓർഡർ എന്ന് പറയുമ്പോൾ പ്രോപ്പർ യൂസ് ഓഫ് റിസോഴ്സസ് ആൻഡ് എഫക്റ്റീവ് ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. കറക്റ്റ് ഓർഡർ കൊടുക്കുക, കറക്റ്റായിട്ട് തന്നെ അത് ഹ്യൂമൻ റിസോഴ്സ് ആവാം അല്ലെങ്കിൽ മെറ്റീരിയൽ റിസോഴ്സ് ആവാം. ഇതിൻ്റെ എഫക്റ്റീവ് ആയിട്ടുള്ള ടൈംലി ആയിട്ടുള്ള ഡിപ്ലോയ്മെന്റും അതുപോലെ പ്രോപ്പർ യൂസേജിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ മാനേജേഴ്സ് ഷുഡ് ബിഹേവ് എത്തിക്കലി ടുവേഴ്സ് ദോസ് ദേ മാനേജ്. അതായത് ഒരു അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരോട് മറ്റവരുടെ എല്ലാം അവരെ എത്തിക്കലായിട്ട് വേണം നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു മാനേജർ ബിഹേവ് ചെയ്യേണ്ടത്. ഒരു റിട്ടേൺ സെറ്റ് ഓഫ് പോളിസി കാണും, പ്രൊസീജിയർ കാണും. അതെല്ലാം നമുക്ക് സ്റ്റാഫിൽ നിന്ന് എല്ലാ ലെവലിൽ നിന്നും കിട്ടണമെങ്കിൽ, മാനേജറിന് ആ ഒരു ഫീഡ്ബാക്ക് കിട്ടണമെങ്കിൽ അദ്ദേഹം എത്തിക്കലായിട്ട് വേണം എല്ലാവരുടെയും പെരുമാറേണ്ടത്. നെക്സ്റ്റ്, സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സണൽ. അതായത് ദിസ് ഈസ് ഒരു ക്ലിയർ ആൻഡ് എഫിഷ്യൻറ്റ് മെത്തേഡ് ഓഫ് ഫില്ലിംഗ് എനി സ്റ്റാഫ് വേക്കൻസീസ്. അതായത് ഈ സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സണൽ എന്ന് പറയുമ്പോൾ
എപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാഫ്, അതായത് പെട്ടെന്ന് തന്നെ ആൾക്കാർ ഒന്ന് ജോയിൻ ചെയ്ത് കുറച്ച് നാൾ കഴിയും മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ അതായത് സ്റ്റാഫ് ടേൺ ഓവർ റേറ്റ് കുറവാണെങ്കിൽ ആ കമ്പനിയുടെ എന്താണ് വളർച്ച കൂടുമെന്നാണ്. അതായത് വെറുതെ ഒന്ന് വരിക, ഒരു 5 മാസം 2 മാസം വർക്ക് ചെയ്യുക, പെട്ടെന്ന് പോവുക, അപ്പോൾ പുതിയ ആ വേക്കൻസിയിലേക്ക് വീണ്ടും ആളെ എടുക്കുക, ആ ഒരു 5 മാസം നിൽക്കുക, വീണ്ടും പോവുക. അപ്പോൾ അത് അങ്ങനെ അല്ലാതെ ഒരു കണ്ടിന്യൂസ് പീരീഡ്, ഒരു എക്സ്പീരിയൻസ്ഡ് സ്കിൽ വർക്കർ പോലെ കണ്ടിന്യൂസ് പീരീഡ് നിൽക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ വളർച്ച, അതായത് ഈ സ്റ്റാഫ് ടേൺ ഓവർ റേറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇനിഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ ഓരോ എംപ്ലോയീസിനും സെൽഫ് മോട്ടിവേറ്റഡ് ആയി അവർക്ക് എന്താണ് സെൽഫ് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് അവരുടെ ഇനിഷ്യേറ്റീവ്സിന് നമ്മൾ വാല്യൂ കൊടുക്കുക എന്നുള്ളത്. അവരെന്തെങ്കിലും ഒരു സജഷൻ പറയുക, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യാം, നല്ലൊരു കാര്യം ചെയ്യാം എന്നുള്ള എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. അപ്പം അങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവരുടെ മൊറാലെ ഇൻക്രീസ് ആവുന്നു, അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആവുന്നു. അപ്പോൾ ബാക്കിയുള്ളവർക്കും അങ്ങനെ കൂടുതൽ സജഷൻസ് കൊണ്ടുവരാനും ഇതിനുള്ള ഒരു എൻകറേജ്മെന്റ് കിട്ടുന്നു. അത് മൊത്തത്തിൽ ഓർഗനൈസേഷനെ അതിന്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നു. ലാസ്റ്റ് വൺ, എസ്പ്രിറ്റ് ഡി കോർപ്സ്. അതായത് എസ്പ്രിറ്റ് ഡി കോർപ്സ് എന്ന് പറഞ്ഞാൽ ടീം സ്പിരിറ്റ് ആണ്. ടീം സ്പിരിറ്റോടെ ഹൈ ലെവൽ ഓഫ് മൊറാലിറ്റി ആൻഡ് ടീം സ്പിരിറ്റ് ഇസ് ദ എസെൻഷ്യൽ പാർട്ട് ഓഫ് ഹാവിങ് എ പ്രൊഡക്റ്റീവ് ഓർഗനൈസേഷൻ. അതായത് നല്ല ടീമായിട്ട് ഹാപ്പി ആയിരിക്കണം, മോട്ടിവേറ്റഡ് എംപ്ലോയീസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റീവ് കൂടും, ആബ്സെൻറ്റീസം കുറയും. അങ്ങനെയുള്ളതാണെങ്കിൽ പലരും നല്ലൊരു എൻവയോൺമെന്റ് ആണ്, വർക്കിംഗ് എൻവയോൺമെന്റ് ആണെങ്കിൽ, നല്ലൊരു ടീമാണെങ്കിൽ ആബ്സെൻറ്റീസം കുറയും. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി കൂടും. അവർ കൂടുതൽ സെൽഫ് മോട്ടിവേറ്റ് ആകും, കൂടുതൽ ചിന്തിക്കും, കൂടുതൽ വർക്ക് ചെയ്യും. ഇതൊരു സൈക്കോളജി പരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ഈ 14 പ്രിൻസിപ്പിൾസ് ആണ് ഹെൻറി ഫയോൾ എന്ന് പറയുന്ന ബിസിനസ് മാനേജ്മെന്റ് ഓതർ പോസ്റ്റ്ലേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് വേജ് പേയ്മെന്റ് സിസ്റ്റം ആണ് നെക്സ്റ്റ് പറയുന്നത്. വേജ് പേയ്മെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ സാലറി കൊടുക്കുന്നത് തന്നെയാണ്. അത് പല രീതിയിലാണ് പല ഓർഗനൈസേഷനിലും കൊടുക്കുന്നത്. നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച്, നമ്മുടെ എഫേർട്ടിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അവറിനനുസരിച്ച്, ഇങ്ങനെ ഓരോ രീതിയിലാണ്. അപ്പോൾ all wage system must satisfy the basic needs of the employee for food, shelter, clothing and reasonable compensation for their effort. നമ്മൾ ഒരു എംപ്ലോയിക്ക് കിട്ടേണ്ട ബേസിക് നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എടുക്കുന്ന എഫേർട്ടിനുള്ള നമ്മൾ കൊടുക്കുന്ന വേതനം, അതാണ് വേജ് സിസ്റ്റം അല്ലെങ്കിൽ വേജ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വേജ് സിസ്റ്റവും അത് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ 2 രീതിയിലുള്ള വേജ് സിസ്റ്റമാണ് കോമൺലി ഉള്ളത്. ടൈം ബേസ്ഡ് വേജ് സിസ്റ്റവും പീസ് ബേസ്ഡ് വേജ് സിസ്റ്റമാണ് ഉള്ളത്. അതിനുശേഷം വേറെ കുറെ വേജ് സിസ്റ്റം ഉണ്ട്, പക്ഷെ ഇത് രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ ആയിരിക്കും. ടൈം ബേസ്ഡ് ബേസിക്കലി ഉള്ള 2 വേജ് സിസ്റ്റമാണ് ടൈം ബേസ്ഡ് വേജ് സിസ്റ്റവും പീസ് ബേസ്ഡ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം വരുന്നതല്ല ഇതിന്റെ കോമ്പിനേഷൻ ആയിരിക്കും വരുന്നത്. ടൈം വേജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ വേജസ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം വർക്ക്ഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ക്വാളിറ്റി ഓഫ് ദി വർക്ക്. ചെയ്യുന്ന വർക്കിന്റെ ക്വാളിറ്റി അല്ല ഇവിടെ നോക്കുന്നത്, നമ്മൾ നോക്കുന്നത് എത്ര ടൈം വർക്ക് ചെയ്തു എന്നാണ്. അതാണ് ടൈം വേജ് സിസ്റ്റം. ചെയ്യുന്ന വർക്കിന്റെ ക്വാളിറ്റി ഇല്ല, എത്ര പെട്ടെന്ന് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര സ്പീഡിൽ ആ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ബാച്ച് നമ്മൾ നിർമ്മിക്കുന്നു, അതിനനുസരിച്ചിട്ടുള്ള വേജ് കൊടുക്കുന്നതാണ് ടൈം വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം വേജ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മൾട്ടിപ്ലൈ ദ ടൈം സ്പെൻഡ് ബൈ പ്രീ ഡിറ്റർമിൻ ദ റേറ്റ് ഓഫ് വേജ്. നമ്മളൊരു റേറ്റ് പെർ യൂണിറ്റ് ഓഫ് ടൈം, ഇത്ര ടൈമിന് ഇത്ര റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ഒരു വർക്കർ എത്രയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സിമ്പിൾ മാത്തമാറ്റിക്സ്. ഈ ടൈം ബേസ് സിസ്റ്റം നോക്കുന്നത് ടൈം സ്പെൻഡ് ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ് ഓഫ് ടൈം, അതാണ് നോക്കുന്നത് ടൈം ബേസ് സിസ്റ്റം. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് സിസ്റ്റമാണ്, എക്കണോമിക്കലാണ്, വളരെ കൂടുതൽ തലപോയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദെൻ ഒരു
workers can easily understand the calculation of their wages. അതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഇത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇത് പെട്ടെന്ന് ചെയ്യുമ്പോഴാണ് ഇവർക്ക് കൂടുതൽ സാലറി കിട്ടുന്നത്. അപ്പോൾ അതിന്റെ ക്വാളിറ്റി നമ്മൾ നോക്കുന്നില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ടൈമിൽ ചെയ്യാൻ പറ്റുന്നു അത്രയും ടൈമിൽ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് ഒരു എഫിഷ്യൻസി ഒന്നും കൂട്ടത്തില്ല, ഒരു വർക്കറിന്റെ എഫിഷ്യൻസി കൂട്ടത്തില്ല, നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നോക്കുന്നില്ല. ഇതിന് പിന്നെ കണ്ടിന്യൂസ് സൂപ്പർവിഷൻ വേണ്ടി വരും. കാരണം ഒരു സൂപ്പർവൈസർ ഇതിന് ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കി ഇല്ലെങ്കിൽ അത് വീണ്ടും ചെയ്യിക്കുക എന്നുള്ളൊരു അധിക ജോലി ഇതിൽ വരുന്നുണ്ട്. പിന്നെ വർക്കേഴ്സ് കൂടുതൽ അവർ ചെയ്യുമ്പോൾ അവർക്ക് ഫിസിക്കലി ഉള്ള പ്രശ്നങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അങ്ങനെ അപ്പം സ്പീഡിൽ ചെയ്യുന്നത് ഇത് ബേസിക്കലി നമ്മൾ പറഞ്ഞാൽ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് സ്പീഡിന് ചെയ്യുന്നത് അല്ല, എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഒരു അസംബ്ലി ചെയ്യുകയാണെങ്കിൽ, ഒരു നട്ടും ബോൾട്ടും ഇടുകയാണെങ്കിൽ നമ്മൾ എത്ര നട്ട് ബോൾട്ടും ഇടുന്നു എന്നുള്ളതല്ല, പീസ് റേറ്റ് അല്ല നോക്കുന്നത്, ടൈം വേജ് ആണ്. അപ്പോൾ ഒരു മാക്സിമം അവർ ഒരു നട്ട് ഒരു ബോൾട്ടിൽ നമ്മളിങ്ങനെ തിരികെ കയറ്റാൻ എടുക്കുന്ന സമയം, ഒരു എക്സാമ്പിൾ പറയുന്നതാണ്, നമുക്കത് 20 സെക്കൻഡിലും ചെയ്യാൻ പറ്റും, 1 മിനിറ്റിലും ചെയ്യാൻ പറ്റും. അപ്പോൾ 20 സെക്കൻഡിൽ ചെയ്യുന്നേക്കാളും കൂടുതൽ സാലറി ആയിരിക്കും അല്ലെങ്കിൽ വേജ് ആയിരിക്കും 1 മിനിറ്റിന് കിട്ടുന്നത്. അപ്പോൾ അത്രയും സമയം അവർ അത് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതായത് അവർക്കൊരു എഫിഷ്യൻസി ഒരു പ്രശ്നമില്ല. അവർ കൂടുതലും ഗോ സ്ലോ എന്നുള്ള പോളിസി ആയിരിക്കും. കാരണം എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമേ അവർക്ക് അത്രത്തോളം കാശ് കിട്ടത്തുള്ളൂ. അപ്പം അതുപോലെ അങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കും. പിന്നെ ഒരു ക്വാളിറ്റിയും കാണത്തില്ല. ദെൻ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ടൈം ഇതുപോലെയല്ല. പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് വേജസ് ആർ പെയ്ഡ് ടു വർക്കർ ഓൺ ദ ബേസിസ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഹിം വിത്തൗട്ട് കൺസിഡറിങ് ദി ടൈം ടേക്കൺ ഇൻ പെർഫോമിംഗ് വർക്ക്. അതായത് നമ്മൾ ടൈം കൺസിഡർ ചെയ്യില്ല, എത്രത്തോളം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്പീഡാണ്. നേരത്തെ ഗോസ്ലോ ആണെങ്കിൽ ഇവിടെ സ്പീഡിന് ചെയ്യണം. അപ്പോൾ ഇവിടെ ഏണിംഗ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്പീഡ് ഓഫ് ദി വർക്ക് ആൻഡ് ഹിസ് ഓൺ ഇൻഡിവിജ്വൽ സ്കിൽ ആൻഡ് എഫിഷ്യൻസി. ആ വർക്കറിന്റെ സ്കില്ലും എഫിഷ്യൻസിയും സ്പീഡും അനുസരിച്ച് അദ്ദേഹം എത്ര പ്രോഡക്റ്റ് അല്ലെങ്കിൽ എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അല്ലാതെ വിത്തൗട്ട് കൺസിഡറിങ് ദി ടൈം എത്ര ടൈം എടുത്തു എന്നല്ല, എത്ര പ്രോഡക്റ്റ്. അതുകൊണ്ടാണ് വേജ് കാൽക്കുലേറ്റ് ചെയ്തത് N into R, number of units produced into rate per unit. ഓക്കെ, ഇനി ഇൻസെന്റീവ് പ്ലാൻസ് ഉണ്ട്. ഇൻസെന്റീവ് പ്ലാൻസ് എന്ന് പറയുമ്പം ഇത് മിക്സഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടൈം വേജും അതുപോലെ പീസ് വേജും ഇതിന് രണ്ടിന്റെ ഒരു മിക്സഡ് ആണ് ഇൻസെന്റീവ് വേജസ് പേയ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇത് ഇൻസെന്റീവ്സ് ടു വർക്കേഴ്സ് ടു പ്രൊഡ്യൂസ് മോർ ആൻഡ് ഗെറ്റ് പെയ്ഡ് ഫോർ അഡീഷണൽ വർക്ക്. ഇതിന്റെ ഒരു എന്ന് പറയുന്നത് അവർക്ക് അഡീഷണൽ വർക്ക് ചെയ്യുന്ന ഒരു ടൈം പീരീഡിനകം ഇത്ര ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൽ അഡീഷണൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ അഡീഷണൽ ആയിട്ട് ചെയ്യുന്നതിന് ഒരു ഇൻസെന്റീവ്സ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു എമൗണ്ട് വേജ് കൊടുക്കുക. അതാണ് ഈ ഇൻസെന്റീവ് വേജസ് പേയ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നോക്കി മാറിയാൽ ഇൻസെന്റീവ്സ് ബൈ വേ ഓഫ് ബോണസ് ആൻഡ് അതർ ആർ ഗിവൺ ടു എഫിഷ്യന്റ് വർക്കേഴ്സ് ഫോർ ടൈം സേവ്ഡ്. എത്ര ടൈം സേവ് എന്നനുസരിച്ചിട്ട് അവർക്ക് എക്സ്ട്രാ ബോണസ് കൊടുക്കണം. അതാണ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ് ടൈം ഈസ് ഫിക്സ്ഡ് ആൻഡ് ദ വർക്കർ ഈസ് ടു പെർഫോം ദി ഗിവൺ വർക്ക് വിത്തിൻ ദിസ് ടൈം. ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം ഈസ് സെറ്റ് ആഫ്റ്റർ മേക്കിംഗ് ടൈം സ്റ്റഡീസ് ഫോർ ദി പെർഫോമൻസ്. സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ബോൾട്ടും നട്ടിന്റെ അല്ലെങ്കിൽ നമ്മളൊരു പെന്ന് ബോൾ പോയിന്റ് പെന്നിന്റെ അസംബ്ലി ആണെന്ന് ചോദിക്കും. അപ്പോൾ 3-4 പാർട്ട് കാണും. ക്യാപ്പ് ഉണ്ട്, റീഫില്ലർ ഉണ്ട്, ബോഡി പാർട്ട് ഉണ്ട്, പിന്നെ അതിന് തിരികെ കയറ്റുന്ന നമുക്കതിന്റെ ഒരു ലോക്ക് അല്ലെങ്കിൽ നിബിന്റെ സ്ഥലം, ആ ഒരു പീസ് ഉണ്ടെന്ന് ചോദിക്കും. അപ്പൊ ഇതിന് നമുക്ക് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിനെ അസംബിൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് നമ്മൾ ടൈം സ്റ്റഡി വെച്ച് ചെയ്യും. നമ്മൾ വേറൊരു ഇതുണ്ട്, മെത്തേഡ് സ്റ്റഡി, ടൈം സ്റ്റഡി എന്ന് പറയുന്ന വേറെ സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കും. അപ്പോൾ ഈ ടൈം സ്റ്റഡി വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്യും. അതായത് ഈ ഒരു പേന അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം
സ്റ്റഡി നമ്മൾ നടത്തിയിട്ട് ഇത്ര ടൈം മതി. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തിട്ട് ആ വർക്കർ അതിനനുസരിച്ചിട്ട് എത്രയാണ് പെർഫോം ചെയ്യുന്നത്, ടൈം സേവ് ചെയ്ത് കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും ടൈം സേവ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ബോണസ് കൊടുക്കും. അല്ലെങ്കിൽ പ്രോഡക്റ്റ് കൂടുതൽ അദ്ദേഹം ചെയ്യുകയാണെങ്കിൽ അത്രയും പ്രോഡക്റ്റിന് അഡീഷണൽ ബോണസ് കൊടുക്കും. അപ്പം ഇതാണ് ഇൻസെൻറ്റീവ് വേജസ് പേയ്മെന്റ് പ്ലാൻ. ബോണസ് പ്ലാന് ഇതുപോലെ രണ്ട് പാർട്ടായിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ബോണസ് പ്ലാൻ ഉണ്ട്, ഗ്രൂപ്പ്. ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒരു വർക്കറിന് ഇൻഡിവിജ്വലായിട്ട് ഉള്ള സ്കില്ല് വ്യത്യാസമായിരിക്കും. അപ്പം അതിനനുസരിച്ചിട്ടുള്ള പേയ്മെന്റ് ആണ് ഇൻഡിവിജ്വൽ ബോണസ് പ്ലാൻ എന്ന് പറയുന്നത്. അത് ഓരോ വർക്കേഴ്സിനും ഓരോ ടൈപ്പ് ബോണസ് ആയിരിക്കും, അതായത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റേറ്റ് ആയിരിക്കും വേജസ് എന്ന് പറയുന്നത്. അതാണ് ഇൻഡിവിജ്വൽ ബോണസ് പ്ലാൻ. ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്, പല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഹാർലീസ് പ്രീമിയം പ്ലാൻ, റോമൻ പ്രീമിയം പ്ലാൻ, ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, ഗൺ ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ, അങ്ങനെ പല ടൈപ്പിലുള്ള പ്ലാനുകളുണ്ട്. ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ്. അപ്പൊ ഇത് ഇൻഡിവിജ്വൽ ബോണസ് പ്ലാൻ ആണ്. ഇൻഡിവിജ്വൽ ബോണസ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഡിഫറെൻറ്റ് ആൾക്കാർക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വേജസ് ആയിരിക്കും. ഇപ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടോ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി വെച്ച് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യും. ഓരോ വർക്കറും അദ്ദേഹത്തിൻ്റെ ടൈം സേവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അദ്ദേഹത്തിന് വേജസ് കൊടുക്കും. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ടൈം അദ്ദേഹം ഫെയിൽ ആകുകയാണെങ്കിൽ മിനിമം വേജസ് ആയിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. പക്ഷെ ഗ്രൂപ്പ് ബോണസ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് വൈസ് എങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ വരുന്നതിനനുസരിച്ച് ഒരു ഗ്രൂപ്പിന് ഒരു സെയിം ടൈപ്പ് ഓഫ് വേജസ് ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ഹാർലീസ് പ്രീമിയം പ്ലാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം സേവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് റിവാർഡ് കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു മെത്തേഡാണ്. ഇപ്പം റോവൻ പ്രീമിയം പ്ലാൻ ആണെങ്കിൽ ടൈം സേവിങ് തന്നെയാണ്, പക്ഷേ ഇവിടെ വേരിയബിൾ ബോണസ് ഷെയറിംഗ് പ്ലാൻ എന്നാണ് പറയുന്നത്. ഒരു പോർഷൻ ഓഫ് ബോണസ് ഈസ് വേരിയബിൾ ആൻഡ് അതൊരു നമുക്ക് വേരി ചെയ്യുന്നതിനനുസരിച്ച് അതായത് ഇൻഡിവിജ്വലിന് ഓരോ വർക്കേഴ്സിനും ബോണസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ ഇൻഡിവിജ്വൽ ബോണസ് പ്ലാനിൽ വരുന്നത്. ദെൻ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, അത് ഔട്ട്പുട്ടിനനുസരിച്ചിട്ടാണ്. അതൊരു സ്റ്റാൻഡേർഡ് പീസ് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈച്ച് ജോബിന് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു പീസ് റേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ കൂടുതലാണ് അവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ പുള്ളിക്ക് ഹൈസ്റ്റ് സാലറി കിട്ടും, അല്ലെങ്കിൽ ഹൈ വേജ് കിട്ടും. ഇപ്പോൾ ആക്ച്വൽ ഔട്ട്പുട്ട് ഓഫ് ദി വർക്കർ ഡ്യൂറിങ് ദ ഗിവൺ ടൈം ഈസ് ലെസ് ദാൻ ദി സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. ഒരു ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്, ഇന്ന ടൈമിൽ 50 എണ്ണം നിർമ്മിക്കണമെന്ന് പറയുമ്പോൾ വർക്കർ 50 എണ്ണം നിർമ്മിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് വേജ് കുറയും. ഒരു ഫിക്സഡ് സാലറി അല്ല ഇവിടെ കൊടുക്കുന്നത്, ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് വെച്ചിട്ടുണ്ട്. 50 ഔട്ട്പുട്ട്, 10 മിനിറ്റ് കൊണ്ട് 50 ഔട്ട്പുട്ട് കിട്ടണം, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ കൊണ്ട് 50 ഔട്ട്പുട്ട് കിട്ടണം. ഇപ്പോൾ വർക്കർ 50 ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ അയാളുടെ എഫിഷ്യൻസി ലോ ആണ്, അയാളുടെ വേജും ലോ ആയിരിക്കും. അയാൾക്കൊരു സ്റ്റാൻഡേർഡ് പ്രൈസ് കിട്ടത്തില്ല, മാറിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇനി അദ്ദേഹം ഈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പറയുന്ന ടൈമിൽ കുറവായി തന്നെ അദ്ദേഹം അത് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേജ് കൂടുതലായിരിക്കും. ഇതാണ് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം പറയുന്നത്. ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേജ് സിസ്റ്റം ആണ്. അപ്പോൾ ഇതായിരിക്കും ഇപ്പോൾ ഈ ഒരു നെയിമിംഗ് ആയിരിക്കും ഇതിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യത. അപ്പോൾ ഇത് ബേസിക്കലി ഒരു തിയറി ബേസ്ഡ് ആണ്. അപ്പോൾ ഇതിൽ ഞാൻ ആവശ്യമുള്ള പോയിന്റ്സുകൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ നോട്ടായിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ബേസിക് ആണ്, അതുകൊണ്ട് കൂടുതൽ അത്ര സ്ട്രെസ് കൊടുക്കാതെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പ്രോബ്ലമായിട്ട് ഒന്നുമില്ല. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ പല സബ് ഡിവിഷൻസും ഉണ്ട്. ഇൻഡിവിജ്വൽ ബോണസ് പ്ലാനിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈ ഓരോ പ്രീമിയം പ്ലാനിൻ്റെ തന്നെ വേറെ സബ് ഡിവിഷൻസ് ഉണ്ട്, ഇക്വേഷൻസും ഉണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഡെപ്തിലാണ് പോകേണ്ടതെന്ന് നമുക്ക് അറിയത്തില്ല. എങ്കിലും കൂടുതൽ നമുക്ക് മാക്സിമം അതിൻ്റെ ഓവർവ്യൂ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് മെക്കാനിക്കൽ ഗേറ്റിൽ ഇതുപോലെയാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ പ്രോബ്ലംസും കൂടെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതിൻ്റെ പ്രോബ്ലംസ് ഇനിയിപ്പം പ്രൊഡക്ഷൻ പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളും വരുമ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ.